അസ്സലാമലൈക്കും. ഞങ്ങളവിടെയൊക്കെ നല്ല മഴയാണ്. ഇന്നാണ് ശരിക്കും നല്ലൊരു മഴ. ഇതുവരെ മഴ ഉണ്ടാകുന്നില്ല എന്നല്ല, ചെറിയ ചെറിയ മഴ. ഇതാ വെള്ളം, ഇഷ്ടംപോലെ വെള്ളം. കാറ്റിന് വാഴയൊക്കെ ഒടിഞ്ഞു വീണു. വെള്ളമൊക്കെ നല്ല പറന്ന് പോണ വെള്ളം. ഞങ്ങളെ റോഡാണിത്. റോട്ടിലൊക്കെ നിറയെ വെള്ളമായി. അപ്പുറത്ത് കപ്പ വെച്ചിരുന്നു. കപ്പത്തോട്ടിൽ കൂടെയുള്ള വെള്ളമാണ്. നല്ല ഇടിയുണ്ട്. വരൻ്റെ പോളെന്ന് വരുന്ന വെള്ളത്തിൻ്റെ വണ്ണാത്. നല്ല മഴ. അടിപൊളി മഴ. ചൂട് വരുമ്പോൾ നമുക്ക് സഹിച്ചൂല. പക്ഷെ മഴ വന്നപ്പോൾ എനിക്ക് സന്തോഷമാണേ. ഞാൻ അങ്ങനെ നല്ല ഇടി വെട്ടുന്നുണ്ട്. പക്ഷെ ഇടി വെട്ടിയിട്ടും മഴ വേണം, ഇടി വേണം, മഴ വേണം. ഇടിയില്ലെങ്കിലും മഴ വേണം. നല്ല മഴയാണ്, നല്ല വെള്ളപ്പൊക്കം. കുട്ടികൾ പോകുക. അപ്പോൾ കുടയിലത്തെ വെള്ളം ആ മേലെ കൂടെ പെരൻ്റെ പോളെന്ന് വരുന്ന വെള്ളമൊക്കെ കുടയുടെ മേലെ ചാടിയിട്ട് വേത്തിക്കാവുക. അവർക്ക് മഴ കളിച്ചാനൊരു ഇൻട്രസ്റ്റ്. എല്ലാവരും കൂടി പന്ത് കളിച്ചാൻ പോയതാ. പോക്കുമ്പോൾ മഴ ഇതുണ്ടാവും. റോട്ടിൽ കൂടെ പോണ വെള്ളത്തിൻ്റെ, നമ്മളെ മരത്തിൽ കൂടെ പോണ വെള്ളത്തിൻ്റെ ഇത്, ഈ സ്പീഡ്. മോളിന്ന് വരുന്നുണ്ടാ വെള്ളം. അടിപൊളിയല്ലേ മഴ. എന്താ മിന്നൽ കാണുമ്പോൾ പേടിയാവണമുണ്ട്. ഇതാണ് നമ്മളെ പെര. ചെറിയ ഒരു പെരയാണേ. അതിൻ്റെ അപ്പുറത്തേക്ക് കിണറാണ്. ഇപ്പോൾ കാട്ടുന്നില്ല. അതിന്മേൽ കുറേ കുട്ടികൾ കുപ്പിയെടുത്ത് കിണറ്റിൽ എറിഞ്ഞിട്ടേ ഗ്രില്ലൊന്നും ഇട്ടിട്ടില്ല, തേച്ചിട്ട് ഇതാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ചാക്ക് കുറച്ച് വാങ്ങിക്കൊടുന്ന് കെട്ടിക്കുന്നു. ഈ വഴി കൂടെ പോണ കുട്ടികൾ കുപ്പികളും പ്ലാസ്റ്റിക്കുകളൊക്കെ, ഞങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ 3-4 പൊടി കുട്ടികളുണ്ട്. 3-5 ഞങ്ങളെ തന്നെ ഒരു 5-8 ഉണ്ട്. എന്താ വെള്ളം. വെള്ളത്തിൻ്റെ വണ്ണം കണ്ടില്ലേ? നല്ല വണ്ണമല്ലേ വെള്ളം. എല്ലായിടത്തും മഴ ഉണ്ടായിരിക്കണം. പക്ഷെ ഇവിടുത്തെ മഴ എപ്പോഴാണ് ഇത്ര ശക്തിയിൽ പെയ്യുന്നത്. മഴ ഉണ്ടാകുന്നു, ചെറിയ ചെറിയ മഴകളൊക്കെ. ഇപ്പം നല്ല ശക്തിയായി മഴ. ഇന്നത്തെ മഴയാണ് മഴ. അതിൻ്റെ അൻസത്തിൻ്റെ വരെയാണ് കേട്ടോ അത്. അതാ അതിനൊക്കെ പെരണ്ട്. ഒക്കെ ഞങ്ങളെ കുടുംബങ്ങളൊക്കെ തന്നെയാണ്. റബ്ബറും തോട്ട, പൂളത്തോടു കൂടെയൊക്കെ വെള്ളം നിൽക്കുന്നുണ്ടല്ലോ. പൂള, കപ്പ, മരച്ചീനി ഒക്കെ പറയും. തിരുവനന്തപുരം മരച്ചീനി, വെട്ടത്തൂർ പൂള. പിന്നെ എല്ലാം പൊതുവേ പറയുന്നത് കപ്പ. എൻ്റെ മുരിങ്ങയൊക്കെ ഉണങ്ങിയെന്നുതാ. അപ്പോൾ ഈ മഴ പെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണൊക്കെ തളിച്ച്. ഇന്നത്തെ മഴയിലല്ല കേട്ടോ, അതിൻ്റെ മുമ്പത്തെ മഴയിൽ തന്നെ. ഞങ്ങൾ തിരുവനന്തപുരം പോയിരുന്നു ഒരു 15 ദിവസം. പോയി വന്നപ്പോഴത്തേനും ഇവിടെ മഴ പെയ്ത്
കപ്പയൊക്കെ അമച്ചു, മുരിങ്ങയൊക്കെ അമച്ചു. അതാ എൻ്റെ വെണ്ടക്ക തൈയൊക്കെ അതാ വളഞ്ഞേക്കണു. എൻ്റെ വെണ്ടക്ക തൈയൊക്കെ അതാ വളഞ്ഞേക്കണു മക്കളെ. ഇനി നൂരോണാവോ മഴ പോയ. മഴ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം. അത്രയ്ക്ക് ചൂടായിരുന്നു നിൽക്കുമല്ലോ. എന്താ ചൂട്. കറ്റാർ വായൻ്റെ ഇതൊക്കെ വെച്ചിരിക്കുന്നു. ഈ ഇല അറിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഇതെന്താ സാധനം എന്നറിയോ? ഇതെന്താ അറിയോ? ഇതാണ് രമ്പ എന്ന് പറയും. രമ്പ നമ്മളെ ഇറച്ചി വെക്കുമ്പോൾ അതിലേക്ക് ബിരിയാണിക്ക് നെയ്ച്ചോറ്റിക്ക് ഒക്കെ ഇടുന്ന സാധനമാണിത്. ഇത് ഞാൻ തിരുവനന്തപുരം പോയി പഠിച്ചാട്ടോ എന്താ കയ്യിലേക്ക് ഇടുന്നു. പക്ഷെ ഇവിടെ ഉള്ള ആൾക്കാരൊന്നും ഇടൂല, മലപ്പുറത്തുള്ളവരൊന്നും ഇടൂല. മലപ്പുറത്തുള്ളവർക്കൊക്കെ വേറെ എന്തൊക്കെ സാധനങ്ങളൊക്കെ കൂട്ടുക. തിരുവനന്തപുരംകാർ ഇത് കൂട്ടും. നല്ല അടിപൊളിയുമാണ്. വെള്ളം തിളപ്പിച്ച് കുടിച്ചാലും പറ്റും. ഒരു ഔഷധ ഗുണമുള്ള ഒരു ഇല അത്രത്. അപ്പോൾ ഇത് മുറിച്ചുങ്ങാണ്ട് വെള്ളം നമ്മൾ ചൂടാക്കുമ്പോൾ അതിലേക്ക് ഒരു ഇങ്ങനത്തെ ഒരു ഇല എടുത്തുങ്ങാണ്ട് മുറിച്ചിടുക. എന്നാൽ ആ വെള്ളത്തിൽ ഔഷധ ഗുണം ഉണ്ടാവും എന്ന് പറയും. നമ്മൾ പറയില്ല തുളസിൻ്റെ ഇല ഇടാ വെള്ളത്തിൽ, അങ്ങനെ പറയില്ല. അങ്ങനെ അങ്ങനെ ഒരു അടിപൊളി മഴ പെയ്തു. വെയിൽ പോയി കുറഞ്ഞാൻ തുടങ്ങിയിട്ട്. അതാ അതിൻ്റെ വെള്ളത്തിൻ്റെ ഇതൊക്കെ ശക്തി കുറയുന്നുണ്ടോ. റോട്ടിൽ കൂടെ വരുന്ന വെള്ളത്തിന് ശക്തി കുറഞ്ഞു, മേലെന്ന് വരുന്ന വെള്ളത്തിന് ശക്തി കുറഞ്ഞു. കിണറ്റിലൊക്കെ വെള്ളമായി. ഞങ്ങളെ കിണറിലൊക്കെ വെള്ളം പറ്റാറായിരുന്നു. ഇപ്പോൾ കിണറ്റിലൊക്കെ വെള്ളമായി. കിണറ്റിൽ നിന്ന് വരുന്ന വെള്ളത്തിലൊക്കെ ചളിയായിരുന്നു ആദ്യം. ഈ വെള്ളത്തിലിടുന്ന മോട്ടറാണേ, അപ്പോൾ ചളി കയറിയിട്ട് എന്തായാലും ഇപ്പൊക്കെ ശരിയായി. കുറച്ചോനെ കൊല്ലത്തെ ചൂട് എന്തായിരുന്നുല്ലേ, സഹിച്ചാത്ത ചൂട്. നമ്മൾ മനുഷ്യന്മാരല്ലേ, ഒരുപാട് ചൂട് വന്നാൽ നമ്മൾ സഹിച്ചാത്ത ചൂട് അറിയും, ഒരുപാട് മഴ പെയ്ത് നമ്മൾ സഹിച്ചാത്ത മഴ അറിയും. നമ്മളങ്ങനെ തന്നെയല്ലേ അല്ലേ. തിരുവനന്തപുരം പോയിട്ട് പൊന്മുടി പോകണം എന്ന് കരുതിയത് അപ്രാവശ്യം, പക്ഷെ പറ്റിയില്ല. പൊന്മുടിയിലേക്കൊക്കെ ടൂറിസ്റ്റുകളെ കയറ്റി വിടുന്നില്ല എന്ന് പറഞ്ഞു. ഞങ്ങളങ്ങോട്ടുള്ള ബസ് കണ്ടപ്പോൾ തന്നെ പിന്നെ വാർത്തയിൽ കാണുമല്ലേ അവിടെ ഇടിഞ്ഞതും തായതും ഒക്കെ, മണ്ണിടിച്ചിലൊക്കെ ഉണ്ട് കാരണങ്ങാണ്ട്. അപ്പോൾ പിന്നെ പോയില്ല. ഇൻഷാ അല്ലാ അടുത്ത പ്രാവശ്യം നോക്കണം അങ്ങോട്ട്. എൻ്റെ പെരയുടെ മുമ്പാണ് കേട്ടത്, മുൻവശം. കുറച്ച് സ്ഥലമുള്ളൂ, കുറച്ച് മിറ്റുള്ളൂ. കണ്ടത് എത്ര മിറ്റുള്ളൂ. ബാക്കി ഇതാ റോഡാണ്. പിന്നെ ഇതിൻ്റെ മുകളിലൊക്കെ ഞാൻ ഈ ഫാഷൻ ഫ്രൂട്ട് വളർത്തിയിരുന്നു. അതൊക്കെ മഴ പെയ്തപ്പോൾ വെട്ടിക്കളഞ്ഞു. അല്ലെങ്കിൽ ഒക്കെപ്പാടെ വന്ന് കൊതുകേ. എൻ്റെ മുരിങ്ങത്തയ്യാണ് കേട്ടോ അത്. അതായത് ഇക്കൊല്ലം കഴിഞ്ഞ കൊല്ലം കൊടുന്ന് വെച്ച മുരിങ്ങക്കൊമ്പാണിത്. പക്ഷേ ഇക്കൊല്ലം ആയപ്പോഴത്തേന്, ഒരു കൊല്ലം ആയപ്പോഴത്തേന് ഈ രൂപത്തിലെത്തി ഒരു 5-8 മുരിങ്ങക്കായി കായ്ച്ചുകയും ചെയ്തു. 2 ഞങ്ങൾ ഇറക്കുഞ്ഞ്, ബാക്കിയുള്ളത് മരത്തുമുണ്ട്. ഈ മഴയും വെള്ളവും കണ്ടപ്പോൾ പിന്നെ ഒരു ഇതെടുത്തപ്പോൾ കാണിച്ചതാണ്. അല്ലെങ്കിൽ ഇതിന് മൊത്തത്തിൽ നല്ല ഇതിൽ കാലാവസ്ഥയിൽ എടുക്കണം എന്ന് എഴുതിയതാട്ടോ. ഫോട്ടോ സാധിച്ചില്ല. കുറച്ചോനെ എൻ്റെ മാപ്പിള പണിക്ക് വയ്ക്കുകയാണ്. ഇനി വരുമ്പോൾ എന്തൊക്കെയാണ് ആവട്ടോ എൻ്റെ പൊടിക്കാക്ക പണിക്ക് വയ്ക്കുക. പൊരിഞ്ഞ മഴ ഇടി ഒക്കെയാണ്. ഏതായാലും കറണ്ടും ഇല്ല, ഇരുട്ടാണ്. കൂട്ടരുള്ളിക്കൊക്കെ വരും. പിന്നെ ഇരുട്ട്, കറണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ടി വി ഒക്കെ മുണ്ടാതെ വെച്ചിരിക്കുക. മക്കളെ
അടിപൊളി മഴ. എനിക്ക് ഈ മഴയുടെയും അതേമാതിരി തന്നെ മലകളും വലിയ പാറകൾ കാണുന്നതും വലിയ ഫോറസ്റ്റ് വനമൊക്കെ കാണുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ അങ്ങനത്തെ സ്ഥലമൊക്കെ കണ്ടാൽ വീഡിയോ എടുക്കും. അപ്പോൾ എൻ്റെ മാതിരി തന്നെ പൊട്ടന്മാരുണ്ടാകുന്ന എത്തിയിട്ട് ഞാനും തന്നെ ആ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുകയും ചെയ്യും. ഞങ്ങൾ മറ്റേ ഏതോ പള്ളിക്കൽക്ക് സിയാറത്തിന് പോയപ്പോഴേ അവിടെയൊക്കെ പോകുന്ന വഴിയൊക്കെ വീഡിയോ എടുത്ത് ഞാൻ ഇതിൽ കൂടെ ഇട്ടിരിക്കുന്നു. എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ചാനൽ സബ്സ്ക്രൈബേഴ്സുകളൊക്കെ ഇങ്ങനെ കൂടി വരുന്നു. എല്ലാവരും കാണണേ, സപ്പോർട്ട് ചെയ്യണേ. അടുത്തത് പാട്ടിടണം എന്ന് എഴുതിയിട്ടാണ്. ആദ്യം ഞാൻ വീഡിയോയിൽ പാട്ടൊക്കെ ഇട്ടിക്കണു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ കാലമായിട്ട് പാട്ടും ഇതൊന്നും ഇട്ടില്ല. പാട്ട് മാത്രം ഇടണം എന്ന് എഴുതിയാണ് ഞാൻ വീഡിയോ തുടങ്ങിയത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ സുഖമില്ലാതെയായി, പിന്നെ ആശുപത്രിയിലൊക്കെ അഡ്മിറ്റായി, പിന്നെ വന്നിട്ട് പാടാനൊന്നും ഒരു മൂഡില്ലാതെയായി. ഇപ്പോൾ വീണ്ടും പാട്ടും പാടണം എന്ന് കരുതിക്കണം. അതേമാതിരി ഇനി അട്ടപ്പാടിക്കൊന്ന് പോകണം. അട്ടപ്പാടിൻ്റെ കുറേ തുണക്കാരുണ്ട്. ഇവിടുന്ന് പോയവരും അവിടെ ഉള്ളവരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഓരോരുത്തർക്കൊക്കെ ഒന്ന് പോകണം. അവിടെ അട്ടപ്പാടിയുടെ പോകുന്ന ആനമൂളിയിൽ നിന്ന് അങ്ങോട്ട് തൊട്ടില്ല റോഡ് എടുക്കണം എന്ന് എഴുതിയിരിക്കുന്നു. ആ റോഡ് എടുക്കണം. റോഡ് 2 ഭാഗത്ത് ഫോറസ്റ്റാണല്ലോ, അതെടുക്കണം. മലമ്പുഴ ഒന്ന് പോകണം എന്ന് എഴുതി. മലമ്പുഴ പോകണം. ഒക്കെ വേനലിക്ക് പോകാൻ എഴുതി. പക്ഷേ വേനലിക്ക് പോയാൽ കാണാനൊരു രസം ഉണ്ടാവില്ല. ഒക്കെ ഉണങ്ങി മഴയും വെള്ളവും ഇല്ലാതെ, വെള്ളമൊന്നും ഇല്ലാതെ പുഴകളൊക്കെ വറ്റി വരണ്ട്. ഇനിയൊക്കെ പോയാൽ ദൈകാരം. കാരണം ഇനി ഒരു 10-15 ദിവസം കൂടി കഴിഞ്ഞിട്ട് പോകണം അല്ലേ, എന്നാലാണ് നല്ല രസം ഉണ്ടാകുക. നല്ല വെള്ളം ഉണ്ടാവും പുഴയിൽ കൂടെയൊക്കെ. പുല്ലുകളൊക്കെ നല്ല പച്ചപ്പ് പിടിച്ച് കിടക്കുന്നുണ്ടാവും. മരങ്ങളൊക്കെ തെഴുത്ത് നല്ല തളിര് ഇലയൊക്കെ ആയിട്ട് നല്ല മരങ്ങളായിട്ട് നിൽക്കുന്നുണ്ടാവും. അങ്ങനത്തെയൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഈ ഫോറസ്റ്റ് ഏരിയകൾ എടുക്കാനും വനങ്ങൾ എടുക്കാനും മലകൾ എടുക്കാനും വലിയ പാറകൾ കാണുമ്പോൾ അങ്ങനെ എടുക്കാനും. അട്ടപ്പാടിക്ക് പോണ വഴിയിൽ ചുരമുണ്ട്. ചുരം 9-ാം വളവ് പറഞ്ഞിട്ടൊരു ചുരമുണ്ട്. ആ 9-ാം വളവിലൊക്കെ പോയി നിന്ന് എടുക്കുകയാണെങ്കിൽ വീഡിയോ എടുത്താൽ നല്ല രസമാണ്. നമുക്ക് നേരിട്ട് കാണുമ്പോൾ രസമല്ല, പക്ഷേ നമ്മൾ വീഡിയോയിൽ കാണുന്ന സ്ഥലം നമുക്ക് കാണുമ്പോൾ നല്ല ഇഷ്ടപ്പെടും. മറ്റേ വയനാട്ടിലത്തെ നമ്മളറിയില്ലേ, മൺട്രോത്തുരുത്തിൽ താമസിക്കുന്ന ലിജി സുജിത്ത്, നിങ്ങൾക്കറിയിക്കാരം. ഓലിപ്പോൾ ഇപ്പോൾ അടുത്തിടെയായിട്ട് വീഡിയോ എടുത്ത് ലിജി വയനാട് പോയപ്പോൾ അവിടുന്ന് കുറേ വീഡിയോ എടുത്ത് വിട്ടുകൊണ്ടു. നല്ല മലകൾ, നല്ല രസമാണ് കാണാൻ. ഞാൻ ഓലെ വീഡിയോ ഒക്കെ എപ്പോഴും കാണലുണ്ട്. ലിജിനെയും സുജിത്തിനെയൊക്കെ ഞാൻ കാണും, സപ്പോർട്ട് ചെയ്യും, ലൈക്ക് അടിക്കും. നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. വീണ്ടും നല്ല നല്ല അടിപൊളി മഴ വരുന്നു ഉണ്ടോ. പെയ്യാൻ തുടങ്ങിയപ്പോഴത്തിന് വെള്ളം മേലൊന്ന് കൂടുന്നുണ്ടോ. നല്ല അടിപൊളി മഴ. ഇവിടേക്ക് മഴ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ മിഞ്ഞാന്ന് 4-ാന്ന് ഒക്കെ നല്ല ചൂടായിരുന്നു. നല്ല ചൂടും നല്ല വെയിലുമായിരുന്നു. ഇന്ന് രാവിലെ ഒരു 11 മണി വരെ നല്ല വെയിലാണ് ഇവിടുത്തെ. ഞാൻ തുണികളൊക്കെ തിരുമ്പി അയലുമൊക്കെ ഇട്ടിരുന്നു. അതൊക്കെ ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ളൂ. മഴ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നെ അപ്പുറത്തുനിന്ന് കുട്ടികൾ വന്ന് ബെല്ലടിച്ച് വിളിച്ച് നീച്ചിട്ടാണ് ഇപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചത്. അത് കഴിഞ്ഞപ്പോഴത്തേന് നല്ല മഴയും വന്നു. ഏതായാലും എൻ്റെ വീഡിയോ കാണുന്നവരും ലിജിനെയും സുജിത്തിനെയൊക്കെ സപ്പോർട്ട് ചെയ്യണേ. ലിജിനെയും സുജിത്തിൻ്റെയൊക്കെ വീഡിയോകൾ കാണുന്നുണ്ട് എന്ന് വിചാരിച്ചിന് ഞാൻ. ഒരു പാവപ്പെട്ട കുട്ടിയാണ്. 9 കൊല്ലം സ്നേഹിച്ച് കല്യാണം കഴിഞ്ഞ് കല്യാണത്തിൻ്റെ ബെഡിൻ്റെ ആയപ്പോഴത്തിന് ഓൾക്ക് സുഖമില്ലാതെയായി. അങ്ങനെ ആ കഥകളൊക്കെ ഫസ്റ്റ് തൊട്ട് തന്നെയാണ്. ഞാൻ ഓളെ വീഡിയോ കാണാൻ തുടങ്ങിയിട്ട് 2-3 കൊല്ലമായി ലിജിയുടെ. ഇതിപ്പോൾ നീച്ച് നിൽക്കാൻ തുടങ്ങി. സുജിത്ത് ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഓൾ നടക്കണ കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണ്ടു. എന്നെ മാത്രമല്ല പാവങ്ങൾ ഓലെ മാത്രമല്ല ഇനി മാത്രമല്ല പാവങ്ങളുടെ ഒക്കെ വീഡിയോകൾ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളെയൊക്കെ കയ്യിലാണ് ഓലൊക്കെ ജീവിത മാർഗങ്ങൾ കിടക്കുന്നത്. ഒരുവിധം നിവൃത്തി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ ഇടാനൊന്നും നിൽക്കൂലല്ലോ ആരും. പാവപ്പെട്ട കുട്ടികളെയും കൊണ്ട് വയ്യാത്ത കുട്ടികളെയും കൊണ്ട് വീഡിയോ ഇടുന്നുണ്ട്.
അതേമാതിരി ഒരുപാട് ആൾക്കാർ വീഡിയോ ഇടുന്നു. കുറേ ആൾക്കാർ പാട്ട് പാടിയിടുന്നുണ്ട്, കോമഡികളുണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്. യാത്രകൾ, ടൂറുകൾ, സിയാറത്തുകൾ, തൊഴിലുറപ്പുകാർ പണിയെടുക്കുന്നത്, അങ്ങനെ കുറേ പാവപ്പെട്ട ആൾക്കാർ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ആദ്യത്തിനേക്കായൊക്കെ ഒരു 2-3 കൊല്ലം മുമ്പുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ ഒരുവിധം അത്യാവശ്യം അറിയണവരൊക്കെ ഇപ്പോൾ വീഡിയോ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുറേ ആൾക്കാർ ഇപ്പം എൻ്റെ അതിലൊക്കെ തന്നെ ഇടാൻ നിൽക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ഈ ചാനൽ തുടങ്ങാൻ അറിയാത്തതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ് അവർ തുടങ്ങാതിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഇപ്പോൾ കുറേ ആൾക്കാർ വീഡിയോ ഇട്ട് തുടങ്ങുന്നത്. ഞങ്ങൾ വട്ടത്തൂരാട്ടോ, വട്ടത്തൂർ, കാപ്പ് വട്ടത്തൂർ. എന്തായാലും നല്ല മഴയാണ്. മഴ പെയ്യട്ടെ. മഴ പെയ്താലേ നമുക്ക് ചൂടും കുറയുള്ളൂ, വെള്ളം ഉണ്ടാകുള്ളൂ. ഒരു മഴ ഇവിടേക്കൊക്കെ ഒരുപാട് വൈകിട്ടുണ്ടായിരിക്കുന്നു. നല്ല ഇടിയുണ്ട് കേട്ടോ. ഇവിടേക്ക് വേനൽ മഴ കിട്ടിയിട്ടേ ഇല്ല എന്ന് പറയണവരെ. കിട്ടിയിട്ടേ ഇല്ല, തീരെ കിട്ടിയിട്ടില്ല വേനൽ മഴ. എല്ലാ സ്ഥലത്തു കൂടി മഴ പെയ്യുന്നുണ്ട്. ഞങ്ങളെ നാട്ടിൽ മഴ പെയ്യണില്ലായിരുന്നു. ഞങ്ങൾ തിരുവനന്തപുരം പോയി നോക്കുമ്പോൾ 15 ദിവസം പോയി. 15 ദിവസം നല്ല പൊരിഞ്ഞ മഴയായിരുന്നു. രാവും പകലും മഴയും കാറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാനും പറ്റാതെ ഞാൻ ഭീമാപ്പള്ളി പോകണമെന്ന് എഴുതിയതാണ്, പൊന്മുടി പോകണമെന്ന് എഴുതിയതാണ്. ഇന്നലെ മറ്റേ ലിജിയുടെ അനുസരിച്ച് വാവ വീഡിയോ ഇടുന്നുണ്ട്. ആ വാവയുടെ വീഡിയോ കണ്ടപ്പോഴാണ് ഇന്നലെ ഇറക്കുന്നത്. പൊന്മുടി പറയുന്ന സാധനം വയനാടും ഉണ്ട് കേട്ടോ. വയനാട്ടിലും വീഡിയോ ഉണ്ട്. വയനാട് തന്നെ അല്ലേ ലിജിയുടെ സ്ഥലം? വയനാട് തന്നെയാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. വയനാടല്ല, വേറെ അല്ല, ഇടുക്കിയാ വയനാടാ? വയനാട് തന്നെ തോന്നുന്നു. ഇനി വയനാടല്ല ഇടുക്കിയാണെങ്കിൽ സോറി കേട്ടോ, എന്നോട് ക്ഷമിക്കണേ. തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറയരുതേ, അറിയാത്തതുകൊണ്ടാണ്. നല്ല മഴ പെയ്യുന്നു, അടിപൊളി മഴ. ആ വെള്ളമൊക്കെ റോട്ടിൽ പിന്നെയും തോനെയായി. ഇവിടെയൊക്കെ ചാക്ക് മറിച്ച് വെച്ച് കണ്ടോ. ഇവിടെ അപ്പുറത്തെ കുടി, അതായത് അപ്പുറത്തെ ഒരു കുടിയാണതേ. അവിടെ ഒരു 4 ചെറുക്കന്മാരുണ്ട്, ചെറിയ ചെറുക്കന്മാർ. അപ്പോൾ ഇദ്ദേഹം ഇങ്ങോട്ട് വന്നിട്ടേ ഇപ്പുറത്തേക്ക് ഈ പൈപ്പ് ഉണ്ട്, ഈ കുടിവെള്ള പൈപ്പിൻ്റെ ഇതിൻ്റെ ഒക്കെ ഉണ്ട്, അതിൻ്റെ മേലൊക്കെ ഓല് കല്ലെടുത്തിടുക, അതൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഓലെ കയ്യൊന്ന് അടങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്തു വെച്ച പണിയാണത്. നല്ല മഴയായിട്ടില്ലേ, നല്ല മഴ. മഴ ഇഷ്ടമുള്ളവരൊക്കെ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണേ. ഞാൻ അടുത്ത വീഡിയോയിൽ കൂടെ ഒക്കെ പാട്ടുണ്ടാവും കേട്ടോ. അടുത്ത വീഡിയോയിൽ ഞാൻ പാട്ടിടന്ന് എഴുതിയിട്ടാണ്. ആ പാട്ടിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ട കേട്ടോ. വലിയ പാട്ടൊന്നും അറിയില്ല, പക്ഷെ എന്നാലും ഒരുവിധമൊക്കെ പാടും. ചെറുപ്പത്തിലൊക്കെ ഞാൻ പാടി സമ്മാനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കുറേ കാലമായി പാടാതെ ഇരിക്കായിരുന്നു. പിന്നെ ഇങ്ങനെ പാട്ട് തുടങ്ങിക്കപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുകൊണ്ടും സപ്പോർട്ട് ചെയ്യുകൊണ്ടും. ഇതിൻ്റെ മുകളിൽ കൂടെ ഞാൻ ഫാഷൻ ഫ്രൂട്ട് പടത്തിയിരുന്നു. അതൊക്കെ ഇപ്പോൾ എടുത്ത് കളഞ്ഞിട്ടോ മഴ വന്നപ്പോൾ. വേനലാകുമ്പോൾ നല്ല സുഖമായിരുന്നു അതിൻ്റെ ചോട്ടിലിരിക്കാം. ഞങ്ങളൊരു 3-4 ആൾക്കാർ കസാലിയിട്ട് അവിടെ ഇരുന്ന് വർത്താനം പറയായിരിക്കും. നല്ല സുഖമാണ് പറഞ്ഞിട്ട്. പിന്നെ മഴ പെയ്ത് ഞങ്ങൾ തിരുവനന്തപുരമൊക്കെ പോയി വന്നപ്പോൾ കൊതുക് നിറഞ്ഞ് ഇതായി, ഉള്ളിലും കൂടി കുത്തിരിക്കാൻ പറ്റാതെ. അപ്പോൾ പിന്നെ അതാണ് വെട്ടിക്കളഞ്ഞു. ഇനിയിപ്പോൾ ഏതായാലും മഴ പെയ്യുകയാണെങ്കിൽ വേഗം അമിച്ച് വരും. ഇതാണ്ട് അതിൻ്റെ വള്ളി നിൽക്കുന്നുണ്ടോ, വള്ളിയാണ്. ഇനി വളർന്നോളും. 6 മാസം ആകുമ്പോഴത്തേന് ഇനി അതേമാതിരി തന്നെ വരും. നല്ല കാറ്റും ഉണ്ട് കേട്ടോ. കാറ്റും മുരിങ്ങാ മരത്തിനൊക്കെ തൊട്ട് ആട്ടുന്നു. കാറ്റേ എൻ്റെ മുരിങ്ങാമരം കളയണ്ട. എൻ്റെ മുരിങ്ങാമരത്തിൻ്റെ കൊമ്പൊക്കെ അതങ്ങോട്ട് ചാഞ്ഞു വന്നിട്ടുണ്ടോ. ഇതുണ്ടോ, ഇടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? നല്ല ഇടി ഇടിക്കുന്നുണ്ട്.
കാറ്റിന് അപ്പുറത്തുള്ളൊരു വായ കമ്പി വരുമ്പോൾ കൂടെ വീണിക്കും. മഴ തോർന്നിട്ട് വേണം എടുത്താൽ അതിനെ അങ്ങോട്ട് മറിച്ചിടാം. ഇനിയുണ്ട് അപ്പുറത്ത് 2-3 എണ്ണം. അതിന് എപ്പോഴാണ് കാറ്റിന് ഇപ്പോൾ അടിച്ച കാറ്റിലാണ് അത് ആ വായ വീണത്. ഈ മഴ തുടങ്ങുമ്പോൾ ഒരു കാറ്റുണ്ടായി. ഇനി ഞങ്ങൾക്കത് ആ ഡബ്ബറിലൊക്കെ പോയ ഇഷ്ടംപോലെ വിറകുണ്ടാവും കേട്ടോ. ഈ കാറ്റിനെ മഴയും പെയ്തപ്പോൾ ഡബ്ബറിൻ്റെ കൊമ്പുകൾ പൊട്ടി വിട്ടു. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും.